ഹലോ, എസ് ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് പീ കളക്ഷൻസ് ആയിട്ട് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ഒരു കളക്ഷനകത്ത് നമ്മൾ കാണിക്കുന്നത് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഓർഗൻസ മെറ്റീരിയൽ ഉള്ള സാരീസ് ആണ്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നമ്മൾ ഓർഗൻസ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് തന്നെ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ സാരീസ് ഒക്കെ ഒന്ന് കാണാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു ഓർഗൻസ സാരിയാണ് കാണിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബനാറസി ഓർഗൻസ എന്ന് പറയുന്ന ഓർഗൻസ മെറ്റീരിയൽ, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നല്ലതായിട്ട് ഒതുങ്ങി കിടക്കും. നോർമലി മറ്റേ സ്റ്റിഫ് ഓർഗൻസ പോലെ ഭയങ്കരമായിട്ട് പറന്ന് നിൽക്കുന്ന പോലത്തെ മെറ്റീരിയൽ അല്ല. നന്നായിട്ട് ഒതുങ്ങി ഉടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന പോലത്തെ ഓർഗൻസ മെറ്റീരിയലാണ്. ഇതിന് ഫുൾ ബോർഡറിൽ കൂടെ ഈ ഒരു എംബ്രോയിഡറി വർക്ക്, നല്ല ആയിട്ടുള്ള നല്ല വീതിയിലുള്ള ഈ ഒരു എംബ്രോയിഡറി വർക്ക് ഇതിന്റെ ഫുൾ ബോർഡറിൽ കൂടെയും വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ഈ ഒരു എൻ പോർഷൻ ഇത് കണ്ടോ, ഇതിങ്ങനെ കട്ട് വർക്ക് ഫിനിഷിൽ വന്നിട്ടുണ്ട്. അതായത് അതിന്റെ ആ ലീഫിന്റെയും ഫ്ലവറിന്റെയും ഒക്കെ പാറ്റേണിൽ ഇതിങ്ങനെ കട്ട് വർക്ക് ആയിട്ട് ഈ ഒരു പാറ്റേൺ ഫുൾ ഈ ഒരു ബോർഡറിൽ കൂടെ വന്നിരിക്കുന്നത്. ഇതിന്റെ മുന്താണി പോർഷനിലോട്ട് വരുമ്പോഴാണ് ഇത് മുന്താണി പോർഷനാണ് ഇത് കാണിക്കുന്നത്. മുന്താണി പോർഷനിൽ വരുമ്പം അതിങ്ങനെ ക്രോസ് ചെയ്ത്, അതായത് നമ്മൾ നോർമലി മറ്റേ സാരിയിലൊക്കെ കാണിച്ച പോലെ തന്നെ ക്ലോസ് ചെയ്ത് ബോർഡറിൽ എംബ്രോയിഡറി വരുന്നുണ്ട്. അതുപോലെ ബാക്കി ബോർഡർ നമ്മൾ ഉടുത്ത് വരുമ്പം നമ്മുടെ ബോർഡറായിട്ട് വരുന്ന എല്ലാ ഭാഗത്തും ഇതുപോലത്തെ ആ ഒരു ഇതുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ ഇതുപോലെ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്ന പോലെ തന്നെ ഈ ഒരു സാരി വരുന്നത്. ഫുൾ ഈ ഒരു രണ്ട് വശത്തുമുള്ള ബോർഡറിൽ കൂടെ ഈ ഒരു എംബ്രോയിഡറി പാറ്റേൺ വരുന്ന പോലെ നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്ന പോലെ ഈ ഒരു ഡിസൈൻ വരുന്നത് നല്ല ഭംഗി തന്നെ വന്നിരിക്കുന്ന പോലെ. അതും ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല ഭംഗിയാണ്. ആ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡും അതുപോലെ ആ ഒരു ഓഫ് വൈറ്റ് ക്രീം ഷെയ്ഡും നല്ലൊരു ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ ഇതിന്റെ ഫുൾ ബോഡിയിലും ഇതുപോലത്തെ മോട്ടീവ്സും ഉണ്ട്. ആ ഒരു ചെറിയ മോട്ടീവ്സ് ഇതിന്റെ ഫുൾ ബോഡിയിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കണ്ടോ, പിന്നെ ഫുൾ ബോഡിയിലും ആ ഒരു മോട്ടീവ്സ് വന്ന് നല്ല ഭംഗിയായിട്ട് തിക്കായിട്ട് നല്ല ഹെവി എംബ്രോയിഡറി, നമുക്കൊരു നല്ലൊരു ഫംഗ്ഷനൊക്കെ നല്ലതായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പോലെ, ഒരു വെഡിങ് ഫംഗ്ഷനൊക്കെ ആണെങ്കിലും അല്ല എന്തൊരു ഇപ്പം ഹോളി കമ്മ്യൂണിയനൊക്കെ ഡ്രസ്സൊക്കെ ചോദിച്ച് നമ്മൾ ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒക്കേഷൻസിനൊക്കെ ആണെങ്കിലും അല്ല എന്ത് നമുക്കൊരു ഹൗസ് വാമിങ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ഫംഗ്ഷൻസിനും എസ്പെഷ്യലി ഇപ്പൊ ഓർഗൻസ കൂടുതലും യങ്സ്റ്റേഴ്സിനായിരിക്കും കുറച്ചുകൂടെ താല്പര്യം ഇടാനായിട്ടൊക്കെ, കുറച്ചുകൂടെ ഇഷ്ടം യങ്സ്റ്റേഴ്സിനായിരിക്കും. കാരണം ഇത് കുറച്ചൊരു സീ ത്രൂ മെറ്റീരിയൽ ആണ്. നോർമലി ഈ പറഞ്ഞ പോലെ ആ ഒരു സീ ത്രൂ മെറ്റീരിയൽ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും യങ്സ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ യങ്സ്റ്റേഴ്സിനൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ്. അതുപോലെ കളർ ആണെങ്കിലും ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള എല്ലാ കളർ കോംപ്ലക്ഷനും ഉള്ള ആൾക്കാർക്ക്, അതായത് ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഒക്കെ നന്നായിട്ട് സ്യൂട്ട് ആവുന്ന പോലത്തെ ഒരു കളറാണ് ഈ ഒരു ലാവൻഡർ ഷെയ്ഡ്. നമുക്ക് ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് വരുന്നത് ആ ഈ ഒരു സെൽഫ് കളർ, അതായത് നമുക്ക് ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് ഫുൾ പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് അതിൽ ചെറിയ ഈ ഒരു ഓഫ് വൈറ്റ് ആ ക്രീം ഷെയ്ഡ്, നമുക്ക് ആ എംബ്രോയിഡറിയിൽ വന്നിട്ടുള്ള ആ ഒരു ക്രീം ഷെയ്ഡിന്റെ മോട്ടീവ്സ് വരുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ബ്ലൗസ് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ബ്ലൗസാണ്. നമുക്ക് ഈ ഒരു ബ്ലൗസ് വെച്ചിട്ട് തന്നെ ഈ സാരി നല്ല ഭംഗിയായിട്ട് പെയർ ചെയ്യാം. നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പാറ്റേൺ. ഇത് ഈ ഒരു ബ്ലൗസ് ഇതിന്റെ ഒരു നല്ല അട്രാക്ഷൻ തന്നെയാണ്. നമുക്ക് അത്രയും ഹെവി എംബ്രോയിഡറി ബോർഡറിൽ കൂടെ വരുമ്പം ബ്ലൗസ് കുറച്ചുകൂടെ സിമ്പിൾ ആക്കിക്കൊണ്ട് എന്നാൽ അത്യാവശ്യം ഒരു എംബ്രോയിഡറി ഒക്കെ കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് പാറ്റേണുമാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന ഈ സാരീസിന്റെ എല്ലാം പ്രൈസ് വരുന്നത് 3250 റുപ്പീസ് ആണ്. ഇതിന്റെ 2-3 കളർ ഷെയ്ഡ്സ് കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് സാരിയാണ്. ഇതിനകത്തും വർക്ക് വരുന്നത് സെയിം പാറ്റേണിലുള്ള വർക്ക് തന്നെയാണ് നമുക്ക് വരുന്നത്. ഈ ഒരു കട്ട് വർക്ക് ഫിനിഷിൽ വരുന്ന ബോർഡേഴ്സ്, ഈ ഒരു എംബ്രോയിഡറി ബോർഡേഴ്സും അതുപോലെ ആ ഒരു ഡിസൈൻ ആണെങ്കിലും ആ ഒരു ഫ്ലവർ ഡിസൈൻ്റെ ഒരു ഫ്ലോറൽ ഡിസൈൻ സെയിം പാറ്റേണിൽ തന്നെ കളർ കോമ്പിനേഷൻ വരുമ്പോൾ ഫ്ലവേഴ്സ്, വലിയ ഫ്ലവേഴ്സ് വരുന്നത് നമ്മുടെ ഈ ഒരു സാരിയുടെ സെൽഫ് കളറിൽ വരുന്ന പോലെ ഗ്രീൻ ഷെയ്ഡിൽ തന്നെയും, അതുപോലെ നേരത്തെ സാരിയിൽ കൊടുത്തിരിക്കുന്ന പോലെ ആ ഒരു ഓഫ് വൈറ്റ് ബേജ് കളറിൽ ബാക്കി ഫ്ലവേഴ്സും, അതുപോലെ ഇതിനകത്ത് ഗ്രീൻ വരുമ്പോൾ ഇച്ചിരി ഒരു ഡാർക്കർ വേർഷൻ ഓഫ് ഗ്രീനാണ് വരുന്നത്. എന്നാൽ അത് ആ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു കളർ കോമ്പിനേഷൻ, ഒത്തിരി ഭയങ്കര എറിച്ചു നിൽക്കുന്ന കളേഴ്സ് അല്ല. വർക്കാണെങ്കിലും നല്ല സിമ്പിൾ ലുക്കാണ് താനും, എന്നാൽ നല്ല റിച്ച് ലുക്കാണ്. അത് നല്ലൊരു ഇത്രയും ഹെവി ബോർഡർ തന്നെ വരുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സാരിയുടെ റിച്ച്നെസ് തന്നെ കൂടുക. അത് കണ്ടോ, നമ്മൾ രണ്ട് വശത്തും നമുക്ക് സിംഗിൾ ഫീറ്റ്സിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനത്തെ സീ ത്രൂ മെറ്റീരിയൽസ് ഒക്കെ ഇടാനായിട്ട്
താല്പര്യമുള്ള ആൾക്കാർക്ക് നമുക്ക് സിംഗിൾ ഫ്ലീറ്റ്സിലാണെങ്കിലും യൂസ് ചെയ്യാം. അല്ല ഫ്ലീറ്റഡ് ആയിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു സാരി പെയർ ചെയ്യാം. നമ്മൾ ഉടുത്ത് വരുമ്പോൾ നമ്മുടെ ചെസ്റ്റ് പോർഷൻ ഏകദേശം കവർ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഡിസൈൻ ഉണ്ട്. നമ്മൾ സിംഗിൾ ഫ്ലീറ്റിൽ ഇടുവാണെങ്കിൽ നമുക്ക് ബ്ലൗസിൻ്റെ അവിടെ ഒത്തിരി സീ ത്രൂ ആവാതെ ഏകദേശം ആ ഒരു ഇതിൽ വർക്ക് ഫുള്ള് നമുക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ചെസ്റ്റ് പോർഷൻ്റെ ഏകദേശം നല്ലൊരു ഭാഗം തന്നെ ഈ ഒരു വർക്ക് കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിറച്ചും വർക്കുകൾ ഇത് ഉടുത്ത് വരുമ്പോഴത്തേനും ഈ ഫ്ലീറ്റഡ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ ഫുൾ എംബ്രോയിഡറി മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ചെസ്റ്റ് പോർഷനിലൊക്കെ വരുമ്പോഴത്തേനും അന്ന് പറഞ്ഞ പോലെ നിറച്ചും ആ ഒരു നല്ല വീതി തന്നെ ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കട്ട് വർക്കിന്റെ ഫിനിഷ് ആണെങ്കിലും നമ്മൾ ഈ ചുമ്മാ ഉള്ളൊരു ബോർഡറിനേക്കാളും എൻ്റെ ഇതുപോലെ ഒരു കട്ട് വർക്ക് ബോർഡർ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സാരിയുടെ ഒരു റിച്ച്നെസ് കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു പാറ്റേൺ ഈ ഇങ്ങനെ ഒരു കട്ട് വർക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഈ ഒരു ഷെയ്ഡ് ആണെങ്കിൽ നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ ഏജ് ഗ്രൂപ്പിനാണെങ്കിലും അതുപോലെ നല്ലതായിട്ട് എല്ലാ കോംപ്ലക്ഷനിലുള്ള ആൾക്കാർക്കാണെങ്കിലും നന്നായിട്ട് പെയർ ചെയ്യാം. അതുപോലെ ഇപ്പം നമ്മൾ പള്ളിയിലൊക്കെയുള്ള ഫങ്ഷൻസിനാണെങ്കിലും അല്ല ഇച്ചിരി ഒരു ഒത്തിരി ഭയങ്കര ഒരു ഗ്ലോസി ആയിട്ടുള്ള സാരീസ് ഒന്നും ഇഷ്ടപ്പെടാതെ കുറച്ചൊരു ആ ഒരു എലഗൻസ് വേണം എന്നാൽ ഭയങ്കര ഒരു റിച്ച് ഒരു മറ്റേ ഒരു ഗോൾഡൻ മയം അങ്ങനത്തെ സാരീസ് ഒന്നും വേണ്ട എന്നുള്ള ആൾക്കാർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പാറ്റേൺ ആണ് ഈ ഒരു ഓർഗൻസ സാരി. പിന്നെ നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു പീച്ച് ഷെയ്ഡാണ്. ഞാൻ നേരത്തെയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് ഏറ്റവും മൂവിങ് ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡ് ഈ പീച്ച്. എസ്പെഷ്യലി നമുക്ക് ഇപ്പോൾ ഒരു നല്ല ട്രെൻഡിങ് ആയിട്ടും എപ്പോഴും നമുക്ക് എല്ലാ ആൾക്കാർക്കും സ്യൂട്ട് ആവുന്ന പോലത്തെ ഒക്കെ ഒരു കളറാണ് ഈ ഒരു പീച്ച് ഷെയ്ഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സാരീസിന്റെ പാറ്റേൺസ് പീച്ചിൽ കൊണ്ടുവന്നാലും ആ സാരീസിന് ഈ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡിമാൻഡും ഒക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം ഇതുപോലത്തെ സാരീസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പീച്ച് ഷെയ്ഡ് കൊണ്ടുവരുമ്പോൾ. അതുപോലെ ഈ സാരീസിന് നല്ല ഭംഗി തന്നെയാണ് ഈ ഒരു പീച്ച് ഷെയ്ഡ് വന്നിരിക്കുന്നത്. നേരത്തെ പോലെ തന്നെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. പീച്ച് കളറിലെ ഫ്ലവേഴ്സ് വരും ഇതിനകത്താവുമ്പോൾ. അതുപോലെ ഓഫ് വൈറ്റും ഗ്രീനും ഒരു കോമ്പിനേഷൻ വന്നിട്ട് നല്ല ഭംഗിയിൽ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ഉള്ള എംബ്രോയിഡറി, നല്ലൊരു നമ്മൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ഫിനിഷിങ്ങിലാണ് ഈ ഒരു എംബ്രോയിഡറി ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ഭയങ്കര ഒരു ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ അത്രയും നല്ല റിച്ച് ആയിട്ട് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എംബ്രോയിഡറി പാറ്റേൺ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഞാൻ പറഞ്ഞ പോലെ നല്ലതായിട്ട് നല്ലൊരു നമ്മുടെ ഒരു വാർഡ്രോബിൽ ഒരു മസ്റ്റ് ഹാവ് കളക്ഷൻ ആയിട്ട് വരുന്ന പോലത്തെ ഒരു നല്ല സാരി കളക്ഷൻ. എസ്പെഷ്യലി നമുക്കിപ്പോൾ ഈ ഒരു ഓർഗൻസ ഇത്രയും ട്രെൻഡിങ് ആയി നിൽക്കുന്നത് കൊണ്ട് ഉറപ്പായിട്ടും എല്ലാ ആൾക്കാർക്കും ഒരു ഓർഗൻസ സാരി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ല ബെസ്റ്റ് ചോയ്സ് ആണ് ഈ ഒരു സാരി. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇതിന് ഇടയ്ക്കൂടെ എല്ലാം നല്ലതായിട്ട് ആ മോട്ടീവ്സ് ആ ഒരു ലീഫ് ഡിസൈൻസ് നന്നായിട്ട് ഈ ഒരു സാരിയുടെ ഫുൾ ബോഡി പാർട്ടിൽ വരുന്നുണ്ട്. അതുപോലെ ഈ സാരിക്കും സെയിം ബ്ലൗസ് പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് കാണിച്ച ഗ്രീൻ സാരിക്ക് എടുത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. സെയിം നമ്മൾ ആദ്യം കണ്ട ലാവൻഡർ സാരിയുടെ ബ്ലൗസ് പാറ്റേൺ തന്നെ ഈ ഒരു സാരിയിലും വന്നിരിക്കുന്നത്. സെയിം ആയിട്ട് ആ ഒരു ഓഫ് വൈറ്റ് ഡിസൈൻ വരുന്ന പോലത്തെ ബ്ലൗസ് തന്നെ ഈ ഒരു സാരികളെല്ലാം വരുന്നത്. ഇതുണ്ട് ഈ ഒരു ഓഫ് വൈറ്റ് ഡിസൈൻ വരുന്ന പോലത്തെ ബ്ലൗസ് തന്നെ ഈ ഒരു സാരിക്കും വരുന്നത്. ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആ സെൽഫ് കളർ ബ്ലൗസ് വിത്ത് സിമ്പിൾ എംബ്രോയിഡറി. ഇത്രയും ബോർഡറിൽ കൂടെ റിച്ച് ആയിട്ട് എംബ്രോയിഡറി ഉള്ളത് കൊണ്ട് തന്നെ ബ്ലൗസ് കുറച്ചും കൂടി ഒരു സിമ്പിൾ വേർഷനാക്കി ഇട്ടിരിക്കുന്നുള്ളൂ. ഇനിയിപ്പം ഈ ബ്ലൗസ് പെയർ ചെയ്താൽ തന്നെ ഈ സാരി നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഗ്രീൻ ബ്ലൗസോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇല്ലാത്ത ഷെയ്ഡ്സ് ഒക്കെ ആണെങ്കിലും ഇട്ട് പെയർ ചെയ്താൽ ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും. ഇതിനൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ നമുക്ക് ഈ ഒരു ബ്ലൗസ് അതായത് പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസസ് ഒക്കെ വർക്ക് ചെയ്ത ബ്ലൗസും ഒക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതൊന്നും ഇല്ലെങ്കിലും ഈ ഒരു സെൽഫ് ആയിട്ടുള്ള ഈ ഒരു വിത്ത് ബ്ലൗസ് തന്നെ വെച്ച് പെയർ ചെയ്താലും ഈ സാരി കാണാൻ നല്ല ഭംഗിയായിരിക്കും.
ഈ ഒരു സാരീസിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് 3250 റുപ്പീസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ബനാറസി ഓർഗൻസ മെറ്റീരിയൽ വരുന്ന പ്രീമിയം കളക്ഷൻ സാരീസ് ആണ്. അപ്പോൾ ഈ സാരീസ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സാരീസിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഇതിൻ്റെ പ്രൈസിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ വരുന്നത് നമ്മുടെ വീഡിയോസിലെല്ലാം നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. അത് സാരിയുടെ വെയിറ്റ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരും അതിൻ്റെ ഷിപ്പിംഗ് ചാർജ്. നമുക്ക് പ്ലെയിൻ സാരിക്ക് വരുന്ന പോലത്തെ ഷിപ്പിംഗ് ചാർജ് ആയിരിക്കില്ല മറ്റ് സാരീസിന് വരുന്നത്. അപ്പം അത് വെയിറ്റ് അനുസരിച്ചാണ് വേരി ചെയ്യുന്നത്. പിന്നെ സ്പീഡ് പോസ്റ്റ് ആണെങ്കിലും നോർമൽ പോസ്റ്റ് ആണെങ്കിലും അതിലും ചെറിയൊരു വേരിയേഷൻ ഷിപ്പിംഗ് ചാർജിൽ വരുന്നതായിരിക്കും. അപ്പം എത്രയാണോ ആക്ച്വലി ആ ഒരു സാരിക്ക് ആവുന്നത് അത് തന്നെയാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ആയിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ സാരീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻസിനാണെങ്കിലും ഹാൻഡ് എംബ്രോയിഡറി കളക്ഷനൊക്കെ ആണെങ്കിലും ഒക്കെ ഉള്ള പുതിയ സാരീസിൻ്റെ കളക്ഷനൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ ഞങ്ങളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. Thank you for watching.